ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആവോളം അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ദൂതൻ എന്നോട് പറഞ്ഞു, നീ എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വീണ്ടും അവൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ സദ്വചനങ്ങളാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. അവൻ പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ സഹദാസരിൽ ഒരുവനാണ്. ഞാൻ നിന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സഹദാസനാണ്. വീണ്ടും പറയുകയാണ്, യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന നിന്റെ സഹോദരിൽ ഒരുവൻ, നിന്റെ സഹോദരിൽ ഒരുവൻ മാത്രമാണ് ഞാൻ. വീണ്ടും എടുത്തു പറയുകയാണ്, നീ ദൈവത്തെ ആരാധിക്കുക. നീ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി പകരം പറയുന്ന ഒരു വ്യക്തിയെ അല്ല നീ ആരാധിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കണം. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ കാര്യമാണ്. ദൈവത്തിനെ പ്രവചനം പറയുന്ന വ്യക്തിയെ ദൈവമായി കണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ പിന്നാലെ അല്ല നാം ഓടേണ്ടത്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി വിശുദ്ധിയോടെ ജീവിക്കുവാനും തൃത്വത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുവാനും നമുക്കിടയാകണം. വീണ്ടും അവൻ പറയുന്നത്, പ്രവചനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനിൽ ഉള്ള ആത്മാവ് പ്രവചനത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, സാക്ഷ്യം വഹിക്കുന്നവൻ പറയാതെ തന്നെ, അവൻ്റെ ആദരം കൊണ്ടൊന്നും പറയാതെ തന്നെ അവൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിലൂടെ സംസാരിക്കുമ്പോൾ അത് അനേകർക്ക് ഉത്കർഷത്തിനും അതുപോലെ തന്നെ ഉത്സാഹത്തിനും ആശ്വാസത്തിനും ഇടയാകും. ഒരു ശുശ്രൂഷകൻ തിരുവല്ല അതിരൂപതയിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലങ്കര കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി. അവർക്ക് 4 പെൺമക്കളാണ്. 3-ാമത്തെ മകളെയാണ് വീട്ടിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അവൾ വിവാഹം കഴിച്ചു 1 വർഷം ആകുന്നു. അവൾ ഗർഭിണിയാണ്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ശുശ്രൂഷകൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, കുടുംബത്തെ നീ അനുഗ്രഹിക്കുന്നു, ഗർഭിണിയായിരിക്കുന്ന മകളെയും നീ അനുഗ്രഹിക്കുന്നു, ഇവിടെ ഉദരത്തിലായിരിക്കുന്ന ആൺകുഞ്ഞിനെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ഉദര ശിശുവിൻ്റെ ലിംഗനിർണയം സാധ്യമല്ല. അത് ആ ശുശ്രൂഷകനും അറിയാം. പക്ഷേ അവനല്ല സംസാരിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ് അവനിലൂടെ സംസാരിച്ചത്. പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനം നമ്മളെ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. മാനുഷികമായ ചോദനയിൽ നിന്നല്ല സംസാരിക്കുന്നത്. മാനുഷികമായ ചോദനയിൽ നിന്ന് രൂപപ്പെടുന്നതല്ല പ്രവചനം. അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ പ്രവചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ സംസാരിക്കേണ്ടതാണ്. മാനുഷികമായ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പ്രവചനമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയ സഹോദരങ്ങളെ, ആ മകളുടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൾ പ്രസവിച്ചു. അവർക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു.
പ്രൈസ് ലോർഡ്. ദൈവമേ, നിന്റെ പ്രവചനം ഞങ്ങൾ ശ്രവിക്കുവാനും നിനക്ക് വേണ്ടി സംസാരിക്കുവാനും ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണും കരവും ഹൃദയവും ഉയർത്തിക്കൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നട്ടല സംബന്ധമായ രോഗമുള്ളവരെ, ഞരമ്പ് സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഏവരെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.